വടക്കൻ ദില്ലിയിലെ പ്രശാന്ത് വിഹാറിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. 11:45 PVR തിയേറ്ററിന് പുറത്ത് സ്ഫോടനമുണ്ടായത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആളുകളെ നീക്കി. സ്ഫോടന സ്ഥലത്ത് നിന്ന് വെളുത്ത നിറത്തിലുള്ള പൊടി കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത് വിഹാറിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആദിൽ പാലോട് ഞങ്ങളുടെ പ്രതിനിധി. ആദിൽ, ഇപ്പോൾ NIA NST സംഘങ്ങളും സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സ്ഫോടനത്തിന്റെ മറ്റ് വിശദാംശം? സ്ഫോടനം നടന്ന സ്ഥലത്തിന് തൊട്ട് മുന്നിലാണ് ഞങ്ങൾ ഉള്ളത്. പിന്നിലായി കാണാം അവിടെ ഒരു മറ ഉപയോഗിച്ച് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ആളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും ആ ഭാഗത്തേക്ക് കടക്കാൻ പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ആ ഭാഗത്തേക്ക് കുറച്ചുകൂടി സൂം ചെയ്താൽ കാണാനാകും. ബെൻസിവാല എന്ന പ്രധാനപ്പെട്ട ഈ മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയാണിത്. അതിന് തൊട്ട് മുൻവശത്താണ് പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. 11:48 പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയുന്നത്. പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ട് വശത്ത് തന്നെയായിട്ട് ACP ദില്ലി പോലീസിൻ്റെ ACP ഓഫീസുമുണ്ട്, നോർത്തേൺ റേഞ്ചിൻ്റെ ഓഫീസുമുണ്ട്. ഈ ഭാഗത്താണ് ഉഗ്ര ശബ്ദത്തോടെ സ്ഫോടനം ഉണ്ടാകുന്നത്. നേരത്തെ പ്രശാന്ത് വിഹാറിൽ തന്നെ CRPF സ്കൂളിന് മുൻവശത്ത് സ്ഫോടനം ഉണ്ടാവുകയും അത് പിന്നീട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പരിശോധിക്കുന്നതും കൂടി നമുക്ക് കാണാം. പലതരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. ഒരു സ്ഫോടനം ഉണ്ടായതുകൊണ്ട് തന്നെ തുടർച്ചയായി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ഒപ്പം 11:48 പോലീസിന് വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ പരിശോധിക്കുമ്പോൾ കാണുന്നത് വെളുത്ത നിറത്തിലുള്ള സംശയാസ്പദമായ ഒരു പദാർത്ഥമാണ്. ഇത് എന്താണ് എന്ന അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഈ ഘട്ടത്തിൽ അന്വേഷിക്കുകയും ഇത് എന്ത് പദാർത്ഥമാണ്, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ എന്താണെന്നത് അടക്കമുള്ള കാര്യത്തിലുള്ള പരിശോധന ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോഴും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. രാസപദാർത്ഥങ്ങളുടെ പരിശോധനാ ഫലം പൂർണ്ണമായി വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനാകൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. NSGയുടെ വാഹനങ്ങൾ നമുക്കിവിടെ കാണാം. NSGയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്കിവിടെ കാണാം. പരിശോധിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാനാകുന്നുണ്ട്. പലതരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോഴും പ്രശാന്ത് വിഹാറിൽ പുരോഗമിക്കുന്നത്. വലിയ രൂപത്തിലുള്ള ആശങ്ക ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രശാന്ത് വിഹാറിൽ തന്നെയാണ് നേരത്തെയും ഒരു സ്ഫോടനം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ചോദ്യം. ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനം തന്നെയാണോ, മുൻകൂട്ടി നടത്തിയ സ്ഫോടനമാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആദിൽ. കഴിഞ്ഞ മാസമാണ്, അതായത് ഒക്ടോബറിലാണ് CRPF സ്കൂളിന് സമീപം ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ മറ്റൊരു സ്ഫോടനം പ്രശാന്ത് വിഹാറിൽ തന്നെ ഉണ്ടാകുന്നു. പാർലമെന്റ് സമ്മേളനമൊക്കെ നടക്കുന്ന സമയമാണ്. എത്രത്തോളം ജാഗ്രത ആ പ്രദേശത്തുണ്ട്? വലിയ ജാഗ്രതയാണ് പ്രദേശത്തുള്ളത്. ഈ വലിയ രൂപത്തിലുള്ള ജാഗ്രത ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. ഒപ്പം അടുത്ത 2 മാസത്തിനുള്ളിൽ ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളാണ് ഇപ്പോൾ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ദില്ലിയിൽ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ഈ ഭാഗത്തു നിന്നും നീക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഈ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും മറ്റും ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആളുകൾ കൂട്ടമായി ഈ സംഭവം കാണാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകളെ ഒന്നും ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആ സമയത്ത് കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമായിരുന്നു. കൂടുതൽ ആളെത്തുന്ന സ്ഥലമാണ്. ഇവിടെ PVR സിനിമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വലിയ മോൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും ഒരു ആൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ അത്യാഹിതം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. നമ്മോടൊപ്പം ഒരു മലയാളി ചേരുകയാണ്. എവിടെ താമസിക്കുന്ന ചേട്ടാ? ഞാൻ സെക്ടർ 21 രോഹിണിയിലാണ്. ഇത് സംഭവം അറിഞ്ഞിട്ട് വന്നതാണ്? അല്ല, ഞാനിവിടെ വർക്ക് ചെയ്യണം. ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നത്? സംഭവിച്ച് നമ്മളിവിടെ ഒരു 11:30 കൂടി ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഷോറൂമിലിരിക്കുക, ഇതിനപ്പുറം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ്. അപ്പോൾ ഭയങ്കര പൊടിയും സൗണ്ടും കേട്ടപ്പോൾ നമ്മളൊന്നും കേൾക്കണ സൗണ്ട് അല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടി വന്നു എന്നെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ആൾക്കാരെ കൂടി ഒത്തിരി പേര് കൂടി ഒത്തിരി പേര് ഈ പബ്ലിക് ഒന്നാമത് ഒത്തിരി ക്രൗഡുള്ള ഏരിയ, ക്രൗഡ് വരുന്ന ഭാഗമാണിത്. ഒരു പക്ഷേ നല്ല ദൈവം കാത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒത്തിരി സ്കൂളൊക്കെ വിട്ട് പിള്ളേർ വന്ന സമയമൊക്കെ ആണ് ഇച്ചിരി കഴിഞ്ഞായിരുന്നെങ്കിൽ. പിന്നെ ഇവിടെ 2 സർക്കാർ സ്കൂളുണ്ട്. പിന്നെ കേരള സ്കൂളല്ല, വേറെ ഒരു മാഗ്രേറ്റ് സ്കൂൾ എന്ന സ്കൂളൊക്കെ. അങ്ങനെ ഇത് കേട്ട് നിങ്ങൾ എത്തിയപ്പോൾ എന്താ കാണുന്ന കാഴ്ച? ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. 2 പേർക്ക് കണ്ട് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞവരെ കൊണ്ടുപോകണം. അതിനുശേഷം കാര്യമായ ഒരു അത്യാഹിതം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു.
സൗണ്ടും പൊടിയൊക്കെ ഭയങ്കര പൊടിയാണ്. നല്ല പൊടി പാറി. നിലവിലെ ഈ മലയാളികളുടെയും ആളുകളുടെയും വലിയ ഒരു ആശങ്കയുണ്ട് ശരിക്കും. നേരത്തെ രോഹിണിക്ക് സമീപം തന്നെയാണല്ലോ, അത് ഇപ്പുറത്തെ വഴിക്ക് അപ്പുറത്തെ വഴിക്ക് ഈ സമീപത്ത് തന്നെയാണ് വേറൊരു സ്ഫോടനം കൂടി ഉണ്ടായത്. മാത്രമല്ല പാർലമെന്റ് ഒക്കെ നടക്കുന്നു, പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുന്നു. എന്താ മലയാളികൾ എന്ന നിലയിൽ പൊതുവിൽ മലയാളികൾ ഈ ഏരിയയിൽ നമ്മൾ ഈ ഏരിയ പ്രശാന്തുകാരെ മലയാളീസ് ഇല്ല. നമ്മളുള്ള ഏരിയ മലയാളീസ് ഉള്ളതാണ്. രോഹിണി സെക്ടർ 6, 7, 20 അങ്ങനെ ഇവിടെ ഒത്തിരി മലയാളി കമ്മ്യൂണിറ്റിയും മലയാളി അമ്പലം പള്ളികളൊക്കെ ഉള്ള സ്ഥലമാണ്. മലയാളി വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഏരിയയാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം മലയാളീസിന് ഉള്ളൊരു നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ഒരു പെട്ടെന്ന് എന്നാ സംഭവിച്ചു നമ്മൾ അറിയണേക്കാളും കൂടുതൽ നാട്ടിലെ ചാനൽ പെട്ടെന്ന് ക്ലിയർ ആക്കും. ഇവിടുത്തെ എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് തിരക്കായിരിക്കും, ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഏതായാലും ഒരു ആശങ്ക ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെയല്ലേ ഈ രൂപത്തിൽ തന്നെയാണ് ഒരു മലയാളി ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ വിധത്തിൽ മലയാളികൾക്ക് മാത്രമല്ല ജനങ്ങൾക്കാകെ ഒരു ആശങ്ക തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വീട്ടുകാർ വിളിച്ചു ചോദിക്കുന്നു എന്താണ് സംഭവിക്കുന്നത്. ഇതിന് തൊട്ടടുത്താണ് കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഏതായാലും ഈ സ്ഫോടനത്തിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉഗ്ര ശബ്ദമാണ് കേട്ടത്, ചെറിയ പൊടി പാറിയിട്ടുണ്ട്. മാത്രമല്ല 1-2 പേർക്ക് ചെറിയ പരിക്കുമേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ പരിക്കല്ല, ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടവും നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. പോലീസും NST, NIA അടക്കമുള്ള ഏജൻസികൾ അത് സർക്കാർ തലത്തിൽ വലിയ രൂപത്തിൽ അത് ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ആ രൂപത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടിയും മനസ്സിലാകുന്നത്. നമുക്ക് പിന്നിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്താണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പരിശോധനകൾ തുടരുകയാണ്. എന്താണ് സ്ഫോടനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. വിനീത, ശരി, ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് വിഹാറിൽ നിന്നും ഏതായാലും അന്വേഷണം നടക്കുകയാണ്. NIAയും NSTയും സ്ഥലത്തുണ്ട്. എന്താണ് ഈ കണ്ടെത്തിയ വെളുത്ത പൊടി, എത്രത്തോളം ശക്തമാണ് ഈ സ്ഫോടനം തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അപ്ഡേറ്റുകൾ വരുമ്പോൾ അതിലേക്ക് നമുക്ക്